experience. ഉറങ്ങുവാണോ ഗ്ലീറ്റോ? ഉറങ്ങുവാണോ? ഇല്ല, ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ്. ഇനി പാർട്ടിയുടെ നാളത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ ആലോചിക്കുക ഞാൻ. ഗ്ലീറ്റോ, ദേ എനിക്കൊരാഗ്രഹമുണ്ട് ഗ്ലീറ്റോ. മനസ്സിലായി. എന്ത് പറയുന്നു? നാം രണ്ട് നമുക്ക് രണ്ട്, അതല്ലേ? ഒന്ന് പോയിക്കേ. നീ കിടന്നുറങ്ങടാ. പിന്നെ അതൊന്നുമല്ല. പിന്നെ പിന്നെന്താ? നാളെ നല്ലൊരു ദിവസാ. നീ നാട് കിട്ടുമല്ലോ, പോകണ്ട. അതാണോ? ഒന്നുമില്ല, പോ. പറ പെണ്ണേ, പറ. പറ, എന്തുവാ പറഞ്ഞു? നാളെ നല്ലൊരു ദിവസാന്ന്. നാളെ നല്ല ദിവസം പറഞ്ഞാൽ ലോട്ടറി എടുത്ത് അടിക്കും, അങ്ങനെ വല്ലതും ആണോ? അങ്ങനെ ആണെങ്കിൽ ഇതാ, ഒന്നല്ലെങ്കിൽ ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കണം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് വരണം. അതാ നിങ്ങൾക്ക് സന്തോഷം. എനിക്കതല്ല. എനിക്ക് എല്ലാവരും കൂടി ഇരിക്കണത്, എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോണത്, അതും അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും ഒന്ന് നോക്കി ചിരിച്ച, അത്രയൊക്കെ മതി. എനിക്ക് അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല. തക്കടുമോനെ, നമുക്ക് ഈ മദർ തെരേസ അമ്മയുടെ ഒഴിവിലേക്ക് നമ്മുടെ അമ്മയുടെ പേരിൽ ഒരു അപേക്ഷ അങ്ങോട്ട് കൊടുത്താലോ? തങ്കം തെരേസയമ്മ. ഡാഡിയുടെ അതേ സ്വഭാവം ചെറുക്കൻ്റെ. ഡാഡിയുടെ അമ്മേനെ കളിയാക്കിക്കോടാ നീ. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോയി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളോട്, ഒന്നുമില്ല. എന്റെ തങ്കമ്മ പറ, എന്താണ്? ഇല്ലെന്നേ, ഒന്നുമില്ല. ശരി, എന്നാൽ ഞാൻ പറയട്ടെ എന്താണെന്ന്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാനേ പാടില്ലാത്ത കാര്യമാ. എന്തോ? നിങ്ങൾക്ക് അറിയാനേ പാടില്ലാത്ത കാര്യമാ. 10 തലയുള്ള രാഷ്ട്രീയ രാവണന്റെ ഭാര്യയായ തങ്കമ്മ, അതായത് ഈ രാഷ്ട്രീയ പ്രമുഖനെ വഴക്ക് പറയാനും ശാസിക്കാനും വേണ്ടി വന്ന 2 എണ്ണം പൊട്ടിക്കാനും കെൽപ്പുള്ള തങ്കം ക്ലീറ്റസ് ഈ ഭൂമിയിലേക്ക് പിറവിയെടുത്ത ദിവസം നാളെയാണ്. നാളെയാണ് അതല്ലേ? ഇതെങ്ങനെ ഓർമ്മയുണ്ടായോ? ഇതും ഇതിലപ്പുറവും ഓർമ്മയുള്ളവനാണ് ഈ ക്ലീറ്റസ് മത്തായി. അതാ ഞാൻ ഉദ്ദേശിച്ചേ. ശരി, ഇനി പറ, എന്താണ് വേണ്ടത്? നാളെ നമുക്ക് സിനിമയ്ക്ക് പോകണോ, അതോ ബീച്ചിൽ പോകണോ, പുറത്ത് പോയി ഫുഡ് കഴിക്കണോ, അതോ ഷോപ്പിങ്ങിന് പോകണോ? എന്ത് വേണോ നിന്റെ തങ്കമ്മ പറ. അതൊന്നും വേണ്ട. പിന്നെന്താ? സിനിമയ്ക്കും പോകണ്ട, ബീച്ചിലും പോകണ്ട, ഒന്നും വേണ്ട. പിന്നെ മുത്തില്ലാത്തതാ, നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് അമ്പലത്തിൽ പോവാം. അത്രയുള്ള അമ്പലത്തിലാ പള്ളിയിലാ എവിടെ വേണം. എനിക്ക് അമ്പലവും പള്ളിയും എല്ലാം ഒരുപോലെ തന്നെയാണ്. കേട്ടിട്ടില്ലേ? എത്ര നാര്യസ്ഥ പൂജന്തേ രമന്തേ തത്രുദേവത എന്ന് വെച്ചാൽ എവിടെ നാരികൾ പൂജിക്കപ്പെടുന്നു, നാരികളല്ലടി, നാരികൾ സ്ത്രീകളെ പൂജിക്കപ്പെടുന്നു, അവിടെ ദൈവമുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ എങ്ങനെയാ ക്ലീറ്റോ? എന്റെ തങ്കം, ഇതുപോലെ 3-4 എണ്ണം പഠിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ അവിടെ എവിടെയും പോയി കവലപ്രസംഗം നടത്തണത്. അതല്ലേ പിടിച്ചു നിൽക്കുന്നത് രാഷ്ട്രീയത്തില. അപ്പൊ പോവാല്ലോ നാളെ? ഫിക്സ്. ഹാപ്പി ആയ? ഓക്കെ. അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നമുക്ക് ഒന്ന് കറക്റ്റ്. 1 2 നമുക്ക് 2. 1 പോയിക്കേ ക്ലീറ്റോ. 2 സമം 4. 4 പിന്നെ 4. നീ കിടന്നുറങ്ങടാ. എന്നാലും ആരോടും പറയാതെ ഇവരുടെ എവിടെ പോയിട്ട് ഇത്ര രാവിലെ? അത് തന്നെയല്ലേ അമ്മായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 പേരും ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയേക്കുന്നത്. വിളിക്കാനും പറ്റത്തില്ല. അതാണ് എന്റെ ടെൻഷൻ. അല്ല, ഈ ക്ലീറ്റസ് ബാത്റൂമിൽ പോകുമ്പോ പോലും ഫോൺ കൊണ്ടുപോകുന്ന ആളാണല്ലോ. അല്ല ചേച്ചി, ഈ തക്കുട് വന്നിട്ട് സ്കൂട്ടറിന്റെ മറ്റേ ചാവി ചോദിക്കുമ്പോ എങ്ങനെ പോണെന്നൊന്ന് ചോദിക്കാറുന്നില്ലേ? എന്റെ പൊന്നടാ, ഞാൻ ചോദിച്ച് അവൻ വന്ന് താക്കോല് ചോദിച്ച് ഡാഡിക്ക് പുറത്തു പോകാനാണെന്നും പറഞ്ഞു. ഞാൻ അറിഞ്ഞ അവരിങ്ങനെ കുടുംബസമേതം പോവാനാണെന്ന്. കുടുംബസമേതം പോവാണെങ്കിൽ അമ്മ അന്വേഷിച്ചാണ്. ഇത് ക്ലീറ്റോ ചേട്ടൻ മാത്രമാണെന്ന് വിചാരിച്ചിട്ട് അന്വേഷിക്കാഞ്ഞത്. ഹലോ, പിന്നെ അല്ലെങ്കിൽ പിന്നെ അന്വേഷിച്ചില്ലെങ്കിൽ എന്താ? അവൻ അങ്ങ് കൊച്ചു കുഞ്ഞല്ലേ, അവൻ എവിടെ പോകണമെന്ന് തിരക്കി അവന്റെ പറയാ നടക്കാൻ. എന്നാൽ രാവിലെ ഈ വീട്ടിലെ തരുണിമണിയെ കണ്ടിരുന്നു. തരുണിമണി മാത്രല്ല, തരുണി മണനും കാണാനില്ല. എന്തൊരു പണിയാന്നറിയാ. പശിക്കുന്നത് മാമ, കഴിക്കാനൊന്നുമില്ല. ഇവിടെ ദോശയും ചമ്മന്തിയൊക്കെ ഇരിപ്പുണ്ട്, ആവശ്യത്തിനുണ്ട്. ഏട്ടൻ കഴിച്ചിട്ടില്ല, അതൊന്ന് ഓർത്താ മതി. കണ്ടില്ലേ മാമ, ആൾക്കാർ തരേണ്ട ഒരു ബഹുമാനം തരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു പ്രായമായ ഒരു പുരുഷനല്ലേ സുന്ദരനായ സുന്ദരനായ ബഹുമാനം. അങ്ങനെയാണെങ്കിൽ ഒരു നിവേദനം എഴുതിത്താ.
ഞങ്ങൾ പരിഗണിക്കാം. ഇത് ഇനി മേലെ അവൾക്ക് ഒത്തിരി ബഹുമാനം കൊടുത്തേക്കണേ. ആ കോമഡി ഒന്ന് എഴുതി വെച്ചേക്കണേ, വർക്ക്ഷോപ്പിൽ വെറുതെ ഇരിക്കുമ്പോൾ വായിച്ച് ചിരിക്കാൻ വേണ്ടിട്ട്. ആ എണീറ്റാ. നിയമപാലകൻ, ഓ ചന്തയിൽ വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങുന്നത് ശരിയല്ല. കുറച്ചുകൂടെ രാവിലെ എഴുതിച്ചൂടെ? എടാ നിന്നെ പോലെ അല്ലടാ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 6 മണിക്കാണ് വന്ന് കിടന്നത്. ആണ് ആ ഈ കുറച്ചുകൂടെ കഴിഞ്ഞു നടക്ക്. ആ ചായ എടുക്കട്ടെ? ഉച്ചക്കായിട്ട്. വരുന്നില്ല. ആഹാ, എത്ര നയനാനന്ദകരമായ കാഴ്ച. ഓ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാഴ്ചയാണത്. എവിടെ പറഞ്ഞില്ല കുടുംബത്തോടെ? എന്നൊരു വിശേഷ ദിവസമാണ്. എന്റെ എല്ലാമായ തങ്കക്കുടത്തിന്റെ ജനിച്ചോത്സവമാണ് ഇന്ന്. ജനിച്ചോത്സവം. ഹാപ്പി ബർത്ത്ഡേ പറയാതെ പോയല്ലോ ചേച്ചി. പിന്നെ ഞങ്ങളൊന്ന് അമ്പലത്തിലെല്ലാം പോയി നേരെ വരുന്ന വഴിയിൽ മധുവിന്റെ കടയിൽ കയറി ഒരു ചായ കുടിച്ചു. അവിടുത്തെ വെട്ട് കേക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതും മേടിച്ചു കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഷോപ്പിംഗ് എല്ലാം നടത്തി. അപ്പൊ ഇന്നത്തെ പിറന്നാൾ സദ്യ നമ്മുടെ വീട്ടിലാണ്. 2 ഇനം പായസം കൂട്ടി നല്ലൊരു അടിപൊളി സദ്യ. ഉച്ചയ്ക്ക് എല്ലാവരും അവിടെ കൂടിക്കോളും. അല്ലേലും ഭാര്യമാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ കുളങ്ങാളക്കാർ കഴിഞ്ഞുള്ള ആരും. ആര് നീയാ? ഞാനും മറ്റമ്പി ഞങ്ങളല്ല. ഒരെണ്ണോടിട്ടോ മതിയോ? മതിയോ? കഴിഞ്ഞ നല്ല സാമ്പാറാ. ഞാൻ രാവിലെ വിചാരിച്ചു. ഇറ്റപ്പനെ ബർത്ത്ഡേ അല്ലെന്ന് ഒന്നുമില്ലേ? ബർത്ത്ഡേ ആയിട്ട് ഉള്ളതെല്ലാം അവിടെ ഉണ്ടാക്കണുണ്ട്. ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളല്ലോ അമ്മ, വേറെ ഒന്നും പറയാനില്ല. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ പിന്നെ മരണം എന്ന് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഉടനെ പഠിച്ച് കഴിഞ്ഞില്ലേ തക്കടു? ഭയങ്കര പിടുത്തം, പതിവില്ലാത്തൊരു കാഴ്ച. എന്തൊരു കണക്കൂട്ടല് പലരും കിടക്കുന്നു. ഇത് ഞാൻ കണക്ക് പഠിക്കണത്. എല്ലാം സ്വസ്ഥമായിട്ട് പഠിക്കും. പഠിക്കട്ടടാ കണക്ക്. നമ്മളെ കണക്കാണ് തെറ്റിപ്പോണത്. നമ്മളെ കണക്കൂട്ടിലല്ലേ എപ്പോഴും തെറ്റാ പോയുള്ളത്. കുട്ടികൾ പഠിച്ച് റെഡിയായി വരട്ടെ. എന്റെ കണക്കൂട്ടിൽ എങ്ങനെ തെറ്റി? നമ്മൾ കണക്ക് പഠിച്ചല്ലോ. നമ്മൾ പഠിച്ചപ്പോൾ കണക്കിനൊന്നും ഒരു തെറ്റലൊന്നും ഇല്ലായിരുന്നു. അന്ന് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ മൊത്തം തെറ്റി കിടക്കല്ലേ. ഇന്നലെ എനിക്ക് എവിടെയാണ് ഡ്യൂട്ടി അറിയാമോ? കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. കോളേജ് ഹോസ്റ്റലില്ല. ആ ഇത് കിട്ടിയ മതില് ചാടിക്കടന്ന് തപ്പപ്പ് കിട്ടിയത് കിലോ കണക്കിന് കഞ്ചാവാ. ചീരകൃഷി നടത്തണ പോലെയോ ഈ കഞ്ചാവില്ലേ? അല്ല, അമ്മാവന്റെ ചീരത്തോട്ടത്തിന്റെ ഇടയിൽ വല്ലതും ഉണ്ടാ കൃഷി? അല്ല, ഇപ്പൊ വേറെ കാര്യമുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും ഇപ്പൊ സുലഭമാണ്. പിന്നെ അമ്മാവ ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ഒന്നുമല്ല. ഇപ്പൊ ഇതിന്റെ ഒരു വല്യമ്മാവനൊരു സാധനമുണ്ട്, MDMA എന്ന് പറയും. അതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിൽ വളരെ കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ചീരകൃഷി പോലെ? ചീരകൃഷിയൊന്നുമല്ല, അതർ പൊടിയാ. അതിങ്ങനെ വലിച്ചു കയറ്റിയുണ്ടല്ലോ, വേറെ ലോകത്താ. പിന്നെ അപ്പനെ അമ്മൂമ്മയും പെങ്ങളെ സഹോദരങ്ങളും ഒന്നും അറിയത്തില്ല. കൈ കിട്ടുന്നിടത്ത് വെച്ച് താങ്കളെ. ഇതൊക്കെ ആരെ കണ്ടുപിടിക്കണത്? മനുഷ്യന്മാര് തന്നെ. അമ്മാവ് ഇത് ഗുണപരമായ ഒരു കാര്യത്തിനുണ്ട് കണ്ടുപിടിച്ചാണ്. 1910-12 കാലഘട്ടത്തിൽ ഇത് നമ്മൾ ഈ ഡിപ്രഷൻ വരുമ്പോൾ, ഈ ഭയങ്കര ടെൻഷൻ വരുന്ന സമയത്തൊക്കെ അതിനെ പ്രിപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച സാധനമാണ്. വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിച്ച സാധനമാണ്. പിന്നീട് കാലം മാറി വന്നപ്പോൾ ഇത് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. വേദന മാറി സുഖം കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ അത് സൂഹിക്കാനായിട്ട് ഉപയോഗിച്ച് തുടങ്ങി ആളുകൾ. കണ്ടില്ലേ മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ അരിഷ്ടം തന്നെ അതിനൊരു മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനൊരു സുഖം കിട്ടി തുടങ്ങിയപ്പം ആ വൈദ്യശാലകളിൽ അത് ഇല്ലാതെ കച്ചവടം. കാര്യങ്ങളും നല്ലതിന് വേണ്ടി കണ്ടുപിടിക്കും, നമ്മളത് ദോഷമായിട്ട് ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് ഈ കഞ്ചാവ് കിട്ടിയ ഈ വെച്ചോരെ കിട്ടിയോ നമുക്ക്? പിടിച്ച് കുട്ടികളെ കൗൺസിൽ ചെയ്തു. കൗൺസിൽ ചെയ്യുമ്പോൾ സംഭവം എന്ന് വെച്ചാല് ഇവർക്ക് അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹവും പരിലാളനം കിട്ടാത്ത കുട്ടികളാണ് കൂടുതൽ ഇങ്ങനെ പോകുന്നത്. മനസ്സിലായില്ലേ? വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ കാണും. അങ്ങനെ തന്നെ. നീ കണ്ടാ ഞാൻ ഒരു കാര്യം പറയാം. ഇടയ്ക്കിടയ്ക്ക് മുത്തിനൊന്ന് വിളിക്കണം. മുത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറയുക. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വിളിക്കാനും സംസാരിക്കാനൊക്കെ ശ്രമം നടത്തണം. എന്തിന്? അവിടെ നിന്ന് വഴി തെറ്റില്ല, അവിടെ നമ്മുടെ കുട്ടിയല്ലേ. അമ്മാവ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞില്ലേ, പണ്ട് നമ്മൾ ഈ ആമ്പിളരാണ് വഴിതെറ്റുന്നത് പ്രശ്നം എന്ന് പറഞ്ഞത്. ഇപ്പം ആണും പെണ്ണും ഒക്കെ കണക്കാ. ഇപ്പോൾ പെണ്ണായാലും നമുക്ക് സമാധാനക്കേട് തന്നെയാണ്. അപ്പോൾ ഇവിടെ കുടുംബത്തെ കുട്ടിയല്ലടാ, അവളങ്ങനെ ചെയ്യും. അല്ല, നമ്മൾ എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത്. നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല. ആ കൈക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. പക്ഷെ അതല്ല, ഇപ്പോഴത്തെ കാലം മാറി അമ്മാവ. നമ്മൾ പുറത്തിറങ്ങി ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേ മാത്രമല്ല, നമ്മൾ അവരുടെ മൊബൈൽ എടുത്തിട്ട്, ഞങ്ങൾ പിടിച്ച കുട്ടികളുടെ മൊബൈൽ എടുത്തു, നമുക്കൊന്നും മനസ്സിലാവില്ല. ഫുൾ കോഡാണ്. അതായത് പോസ്റ്റ് ആണോ, ഒരു പെൺകുട്ടിയുടെ വോയിസ് ആണ്, ഞാനിവിടെ പോസ്റ്റ് ആകുമോ. എന്താണ് എന്താ മനസ്സിലായി? ഈ സാധനത്തിന് വേണ്ടി ഞാൻ ഇവിടെ കാത്തു നിൽക്കുകയാണ്, നീ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ, ഞാനിവിടെ നിന്ന് പോസ്റ്റ് ആയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. കൊണ്ടുവരുന്നവൻ ഇട്ട് കൊടുത്തതാണ്. വെറുതെ ഓറയായി നിൽക്കുന്നു. എന്ത് ഓറയായി നിൽക്കുന്നു? അവളെവിടെ, അല്ലെ അവ എവിടെ? ഓറയായി നിൽക്കുന്നു മാത്രമേ കാണുള്ളൂ. എന്ന് വെച്ചാൽ അടിച്ച് ചുറ്റും ഒരു പ്രഭാവലയത്തിൽ നിൽക്കുകയാണെന്നും ഇനി ഉണർന്ന് എഴുതാൻ സമയം എടുക്കുന്നൊക്കെയാണ് അതിനർത്ഥം.
ഇത് മൊത്തം ചോദിച്ചൊന്നും പണ്ടല്ലോ, നമ്മൾ ഭ്രാന്ത് എടുത്തു പോയി. അതല്ലേ പറയാം, മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം, എല്ലാ സാധനവും അത് തന്നെ അവസ്ഥ. ഇപ്പം ഞാൻ കാര്യാലോചിക്കണതല്ലേ, ഇതിപ്പോ ഈ കഞ്ചാവ് ഇങ്ങനെ പിടിച്ചു അല്ലെങ്കിൽ ഇന്ന സാധനം മയക്കുമരുന്ന് പിടിച്ചു എന്ന് പറയാന്നല്ലാണ്ട് ഇത് ആരാണ് വെച്ചത്, ഇതിന്റെ ഉറവിടം എവിടെയാന്ന് എന്താ കണ്ടുപിടിക്കാത്തത്? അതില്ലാത്തോടത്തോളം കാണണ്ടല്ലോ നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടില്ല കേട്ടോ. അതാ കണ്ടുപിടിക്കേണ്ടത്. അതൊക്കെ കണ്ടെത്തി അതിന്റെ പുറകെ പോയാൽ പല പ്രമുഖരും കുടുങ്ങും. ഓ, നമ്മളൊക്കെ എന്നാ കൂടി വന്നു കഴിഞ്ഞാൽ ഡേ ഷെയർ വല്ല ഉണ്ടോ അപ്പൊ അവിടെ നമ്പർ ഷെയർ അണ്ണാവാ ഒട്ടി ഓറ പോസ്റ്റ്. അപ്പൊ ശരിക്കും നമ്മുടെ കുട്ടികൾ പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കുക. വണ്ടി വന്നു ആരാ? എനിക്കുള്ള ഞാനൊരു കാര്യം ഓർഡർ ചെയ്തത് ഇപ്പോൾ അമ്മാവ് ഇതല്ലേ പിള്ളേരെ, ഇപ്പോഴത്തെ പിള്ളേരെ ഈ മുതുക്കൾ ഇങ്ങനെ പിന്നെ അങ്ങനെ തങ്കച്ചേട്ടത്തിന്റെ മുഖത്ത് ചിരിയുണ്ട്, സന്തോഷം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് ക്ലീറ്റസ് മൊത്തം ഞങ്ങളുടെ കുടുംബസ്ഥൻ ആളൊരു ലവബിൾ ഹസ്ബൻഡ് ആണോ? ആണോന്നോ? തങ്കം ഭാഗ്യവതിയാടാ. നിനക്ക് എന്താ വിളിച്ചെന്നറിയാമോ? തങ്കക്കുടമെന്ന്. അല്ലെങ്കിലും ക്ലീറ്റോന്റെ ഉള്ളിൽ ഒന്നുമില്ല, ശുദ്ധവാ, പുറമേ ഈ പരുക്ക സ്വഭാവമുള്ളൂ. പിന്നെ ഉള്ളു മാത്രമല്ല പുറമേ നല്ല തന്നെയാ. അച്ചാച്ചന് ഓർമ്മയില്ലേ കൊച്ചുനാളിൽ എന്റെ കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്? എന്റെ ബർത്ത്ഡേ എങ്ങനെയാണെങ്കിലേ കയ്യില് പൈസ ഒന്നും ഇല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ടാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരും. സത്യം, മറ്റുള്ളവരുടെ ജീവനെക്കാട്ടിലും വലുതാ ഞങ്ങളുടെ സഹോദര സ്നേഹം, അറിയാവോ? ഇത് ഇങ്ങനെ നോക്കണത് അത്രക്ക് സ്നേഹമാ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. ക്ലീറ്റോ മറന്നാലും കനകൻ എന്റെ ബർത്ത്ഡേ മറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ പൊന്നേച്ചി, ഈ കോവിഡിന് ശേഷം എല്ലാവർക്കും ഭയങ്കര മറവിയാ. ഏട്ടനാണെങ്കിൽ ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യണുണ്ടാകുന്നു, ഭയങ്കര മറവിയാന്നേ. അപ്പൊ അവ അങ്ങനെ മറന്നുപോയത്, അല്ലാത്ത ചേച്ചിയുടെ ബർത്ത്ഡേ ഒന്നും മറക്കൊന്നുമില്ല. സ്റ്റേഷന്മാര് മ്യൂസിയം സ്റ്റേഷനിൽ ചെന്ന് കയറി മറവി കാരണം. എടേ, അവൻ മറന്നു എന്ന് തന്നെയല്ലേ എവനും പറഞ്ഞത്. നീ വിഷമിക്കേണ്ടടി, അവനും നിന്റെ അമ്മാവനും ഒക്കെ മറന്നാലും നിന്നെ സ്നേഹിക്കാൻ നിന്റെ ക്ലീറ്റോ ഇല്ലയോടി, അത് മതി. അമ്മായി എതിരെപ്പോഴും നിന്റെ സ്നേഹിക്കാൻ ക്ലീറ്റോ ഇല്ലെന്ന്. അമ്മാവൻ എന്താ മോശമാണോ? രണ്ടെണ്ണം ഒന്ന് അടിച്ചു കഴിയട്ടെ. അമ്മാവന്റെ സ്നേഹപ്രകടനം ഒന്ന് കാണണ്ട. എന്റെ കിരിച്ചുട്ടി കിരിച്ചുട്ടി എന്റെ ഗിരിമോള് അങ്ങനൊന്നും അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ ആരും അത്ര മോശമൊന്നും അല്ല. എല്ലാവർക്കും നല്ല സ്നേഹമുള്ള കുടുംബം. ശരിയാ, നമ്മള് ഭയങ്കര ഭാഗ്യമുള്ളവരാ അല്ലേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളു നിറച്ച് സ്നേഹമാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ മാറി കല്യാണം കഴിച്ചത്. പിന്നെ അതെ കുറെ വൈകിയാണെങ്കിൽ നമ്മുടെ അമ്മായിയും നമ്മുടെ ഗിരിജൂട്ടിയും പിന്നെ അതെ നന്നാവാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയേക്കണം റൊണാൾഡോ. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്, 24 മണിക്കൂറുണ്ട് 22 മണിക്കൂർ ഞാനും തങ്കഞ്ചേട്ടത്തിന്റെ വഴക്കാ. അത് നിന്റെ കയ്യിലിരിക്കും. പക്ഷെ എന്നാലും അവരുടെ സ്നേഹം എനിക്കറിയാം. മറ്റില്ല ജിലേബിക്കകത്ത് പഞ്ചസാര രസായനം പോലെ. എടാ ഇങ്ങോട്ട് വന്നത് ഇളക്കടാ ഒന്ന്. എത്ര നേരം കൊണ്ട് വായടിച്ചു വേടാ. കൊറേ നേരം കൊണ്ട് അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അടിക്ക് പിടിക്കും. ഞാൻ ചെയ്തോളാം. അത് അടിക്കി പിടിക്കുന്നുണ്ട്, ചൂടായിട്ട് മുഖം കരിവാളിച്ചാലോ എന്നുള്ള പേടിയാണ്. കുറച്ച് അതും കൂടെ ഉണ്ട്. നിനക്കൊന്ന് വന്ന് ഇളക്കി ഞങ്ങളെ സഹായിച്ചൂടെ? അതിന്റെ ഇടയിൽ കൂടെ ഞാൻ കയറുന്നില്ല, ഇളക്കിയാൽ മതി. കഴിക്കാൻ നേരം ഞാൻ വയറുമായിട്ട് വരും. സെറ്റ്. ഈ മുതുക്കനെ എടുത്ത് നടക്കുമല്ലോടാ. കൊടങ്ങാവുള്ള ഒരു ക്ലബിന്റെ പരിപാടിക്ക് പച്ചമുളക് കൊണ്ട് കണ്ണെഴുതുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. അശ്രയാമ കഴിച്ച് 10 വെച്ച് വരച്ചു കൊടുത്തു. കഥയും പറഞ്ഞോണ്ടിരിക്കണോ? ഇതൊന്നും ആയില്ല ഇതുവരെ. ഞാനിത് തിന്നല്ല, ഇത് അരിഞ്ഞെടുക്കണ്ടേത്. ഇവിടെ ബർത്ത്ഡേ കളവിടെ മൈക്ക് പോയിന്റിൽ നിന്നുള്ള അറിയിപ്പ്, ബർത്ത്ഡേക്കാരി തങ്ക ഗ്ലിറ്റേഴ്സ് തിരക്കി പൊന്നാങ്കല വ്യസന സമേതം മൈക്ക് പോയിന്റിൽ വെയിറ്റ് ചെയ്തു. എത്ര പെട്ടെന്ന് ഇവിടെ രേഖപ്പെടുത്തുക. വന്നല്ലോ. ഒന്നും ആയില്ലേ? 10 മിനിറ്റ് ഇപ്പൊ ആവും. അല്ല ഇപ്പൊ ഇത് കേക്കല്ലേ ആദ്യം മുറിക്കും. കേക്കൊക്കെ മുറിക്കാം. കേക്ക് വാങ്ങിച്ചാ? പിന്നെ കേക്ക് വാങ്ങിക്കണ്ടേ? ബർത്ത്ഡേ ആകുമ്പോ കേക്കെല്ലാം വാങ്ങണമല്ലോ. മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ? ബ്ലൂ കറുത്തവനം. ഓ, അവനൊരു കാര്യം ചെയ്യാം. കേക്ക് മുറിച്ചിട്ട് മതി ഇനിയില്ലേ? ആദ്യം കേക്ക് മുറിച്ചാൽ കേക്ക് മുറിച്ചാ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. കേക്ക് എന്തിനാ ഗ്ലീറ്റ് കേക്കൊക്കെ മേടിച്ചത്? അങ്ങനെയൊന്നും ചോദിക്കരുത്. ബർത്ത്ഡേ ആഘോഷങ്ങളാകുമ്പോ കേക്ക് വേണം, അതെല്ലാം വേണം. ഒക്കെ മാറ്റി വെക്കാം അവിടുന്ന്. സ്റ്റിക്കർ. ഇതിന്റെ കത്തിയാ? കത്തി എവിടെ? അയ്യോ, കത്തി മേശപ്പെടുത്തിരിക്കുകയാണെന്നോട്ടെ. കത്തി മേശപ്പെടുത്തിരിക്കാം. ഒരു കാര്യം ഞാൻ ഇലയും വെട്ടി വരാം.
അല്ലെങ്കിൽ കത്തിക്കെടുത്തോണ്ട് കേട്ടോ ആദ്യം. അപ്പോഴേക്ക് ഇതൊക്കെ ഒട്ടിക്കാൻ ഞങ്ങൾ അതെല്ലാം റെഡിയാക്കി വെച്ചോളൂ. ശരി ശരി ഒട്ടിക്കാതെ ഇതൊക്കെ കൊണ്ടാണ്ടേ ഇതൊന്നും ഒട്ടിക്കാം അവിടെ ഇവിടേക്ക് ഒന്ന് ആ പൊട്ടിക്ക ഞാൻ ഇത് ഈ പൊട്ടിക്കാതെ പൈസ ഇല്ലാത്ത നേരത്തെ എന്തിനാ ക്ലീറ്റ് ഇതൊക്കെ മേടിച്ചേ? തങ്കം, പൈസ നമുക്ക് നാളെ വരും, ആഘോഷങ്ങൾ ഇന്നേ ഉള്ളൂ. ഇത് ഇവിടെ വെക്കുന്നത് ഇതൊക്കെ അവൻ കയ്യിൽ പിടിച്ചോളൂ. ഇത് കൈ പിടിച്ചോ ഇത് ഇത് ഇപ്പൊ ഒട്ടിക്കാൻ ഞാൻ ഒട്ടിച്ച് ഇതൊരു കഴിഞ്ഞാൽ കാര്യം ചെയ്യും, ഇത് നമുക്ക് തക്കുടുവിന്റെ അടുത്ത ബർത്ത്ഡേ അതൊന്നും എടുക്കണ്ട. പിന്നെ തങ്കം, ആഘോഷങ്ങൾ ഇന്നേ ഉള്ളൂ. കത്തി. ആ അപ്പൊ ഒരു കാര്യം, അത് ഉറക്കെ ക്ലീറ്റ് ചേട്ടാ. ഇത് നമുക്ക് തക്കുടുവിന്റെ പിറന്നാളിന് എടാ ഇതൊക്കെ അല്ലല്ല അത് കെട്ടണം. അല്ല അത് ഇരിക്കട്ടെ. അത് തങ്കച്ചേട്ടത്തേക്ക് അത് കെട്ടിയേ പറ്റത്തുള്ളൂ. തങ്കം ചേട്ടത്തെ ഞാൻ ഒന്ന് കെട്ടിയത് തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കർത്താവേ പൊളിച്ച്. ഒരു സാരി വാങ്ങിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടോ നോക്കി? നോക്കണ്ട, നീ മേടിച്ചതല്ല എനിക്കിഷ്ടാവും. ഞാൻ മറന്നെന്ന് വിചാരിച്ചാ. ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് പറയണേ എന്തിനടേ? ഹലോ മാഡം, ഈ കേക്കും പൊന്നാങ്ങള വാങ്ങിയത് തന്നെ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ആണ്, അറിയാൻ പാടില്ല. ചിരിക്കണം സന്തോഷിക്കണം. പിന്നെ കേക്ക് മുറിക്കൽ ചടങ്ങിലോട്ട് കടന്നാലോ? അല്ല ഇതൊക്കെ വീർപ്പിക്കേണ്ടത്, ഇതൊക്കെ കൊണ്ടുവന്നു. ഹലോ, ഇവിടെ ആരുമില്ലേ? അതാര് വരുന്നവരല്ലോ ഉണ്ടോ? നോക്കണേ. ടീച്ചറെ തങ്കം, ടീച്ചർ വന്നേ. ആ ടീച്ചറാ, വായോ. മരണം അറിഞ്ഞിട്ട് മഴ നടന്നത് ടീച്ചറെ, അത് നമ്മുടെ ഇവിടുന്ന് അപ്പുറത്ത് അടുത്തൊരു ലൈനുണ്ട്, 2 ലൈൻ. ദിവസമായില്ലേ? അത് ശ്രീ വിനായക ലൈൻ, അവിടെ ഒരു റിട്ടയർഡ് മിലിറ്ററിയിൽ ഒരു മാമൻ. അയ്യോ അതല്ല, മോന്റെ അപ്പൂപ്പൻ അച്ഛൻ നേരത്തെ മരിച്ചതാ. അയ്യോ അല്ല, എനിക്ക് ഇന്നൊരു മെസ്സേജ് വന്നു, മോൻ അയച്ചിട്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു. എന്തെന്ന്? അച്ഛച്ചി ഇവിടെ അല്ലേ താമസം? ടീച്ചറെ, അതായത് ഇവന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്റെ പപ്പ, പിന്നെ ഇവളുടെ അച്ഛൻ, അതാണ് ഇവന്റെ 2 അപ്പൂപ്പ. എന്റെ പപ്പ പാലായിലുണ്ട്, ആരോഗ്യത്തോടെ ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പിന്നെ എവളെ അച്ഛൻ മരിച്ചിട്ട് വർഷം കുറേ ആയി. അയ്യോ എനിക്ക് എന്തൊരു മെസ്സേജ് വന്നു രാവിലെ, മോൻ അയച്ചിട്ടൊരു വോയിസ് മെസ്സേജ്. നീ അയച്ചാ? ഇതൊന്ന് കേട്ടു നോക്കൂ. എന്റെ അമ്മയുടെ അച്ഛൻ ഇന്നലെ രാത്രി പെട്ടെന്ന് മരിച്ചുപോയി. എനിക്ക് പരീക്ഷയ്ക്ക് വരാൻ പറ്റില്ല. ഒരു ദിവസം ലീവ് തരണം. നീ അയച്ചാണോടാ ഇത്? നീ പൊത്തി പിടിക്കല്ലേ കനക. എന്റെ ടീച്ചർ, എന്റെ അച്ഛൻ നേരത്തെ മരിച്ചതാ. ഇങ്ങനെയൊക്കെ തുടങ്ങി എന്തുവാ ചെയ്യണത്? കുഴപ്പമില്ല. എന്തിനാ മക്കൾ അങ്ങനെ കള്ളം പറഞ്ഞത്? എന്താ മക്കള് പറ. എന്താടാ? എവിടെ വരട്ടല്ലടാ? എന്താ കാര്യം പറയും? മക്കള് പറഞ്ഞേ. എന്തിനാ? ഇന്നേ മാത്സ് എക്സാം അല്ലേ, അതുകൊണ്ട് എനിക്കത് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട്. എന്റെ അച്ഛനെയാണോ കൊല്ലണത്? അടിക്കല്ലേ, ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത് പിള്ളേര്? നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയും പേരെ കൊന്നിരിക്കുന്നത് പോലെ. പിന്നെ ഞാൻ എന്റെ അമ്മാച്ചനെ 4 പ്രാവശ്യം കൊണ്ടുപോയി. മക്കളെ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇനി അങ്ങനെ ചെയ്യോ? ഇനി അങ്ങനെ ചെയ്തുകൂടാ, തെറ്റാണ് കേട്ടാ. ടീച്ചറോട് സോറി പറഞ്ഞേ. അയ്യോ സോറി ഒന്നും പറയണ്ട. സോറി പറഞ്ഞേ. സോറി ടീച്ചർ. മോന് മാത്സ് പാടാന്നല്ലേ പറഞ്ഞേ. ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ ഒരു അരമണിക്കൂർ മുമ്പേ സ്കൂളിൽ വിട്ടാൽ മതി. ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചോളാം. എന്നാലും ടീച്ചറെ, മരണം കൂടാൻ വന്നല്ലേ, മധുരം കഴിച്ചിട്ട് പോകുന്നത് ഇവളുടെ ബർത്ത്ഡേ ആണ്. തങ്കത്തിന്റെ ജന്മദിനമാണ്. അതെ അതെ. ടീച്ചറെ പറഞ്ഞു, മക്കളെ വിളിക്ക്, ടീച്ചറെ വിളിക്ക്. ടീച്ചർ എന്നാ പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ തങ്കം ചേട്ടത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അളിയും കൊടുത്തു. അല്ല, അളിയും കൊടുത്തു. കുഴപ്പമില്ല, അളിയും കൊടുത്തു, കുഴപ്പമില്ല. ഓ, ആരെങ്കിലും ഒന്ന് കൊടുക്ക്. കൊടുത്താണ്. ഇല്ല അളിയാ, നീ കൊടുക്കണതിന്റെ അത്രയും മധുരം എന്തായാലും ഞാൻ കൊടുത്തോണ്ടായിരുന്നു, നീ എന്നെ കൊടുത്തോ.